ഗുഡ് ഈവനിങ്. ഞാനിന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മീനുവും കൂട്ടുകാരും. മീനു ഏട്ടന്റെ റൂമിലിരുന്ന് കളിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കൂട്ടുകാര് വരുന്നുണ്ടോ എന്ന് നോക്കി. ആരെയും കാണാനില്ല. മീനു പുസ്തകത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ മീനു ഓടിപ്പോയി. പുസ്തകം നോക്കിയപ്പോ പഞ്ചതന്ത്ര കഥകൾ മീനുവിനോട് പറഞ്ഞു എന്റെ ഒത്തിരി കഥകളുണ്ട്. ഒന്ന് മറച്ചു നോക്കൂ. മീനു നോക്കിയപ്പോൾ സിംഹത്തെ കിണറ്റിൽ ചാടിച്ച മൊയിലച്ചാരന്റെ കഥ. നീലത്തിൽ വീണ കുറുക്കൻ ചമഞ്ഞ കഥ. രാജാവ് ചമഞ്ഞ കഥ. പിന്നെ ത്രാസ് എലി തിന്നൂന്ന് കള്ളം പറഞ്ഞ വ്യാപാരിയുടെ കഥ. ഇതൊക്കെ കേട്ടപ്പോൾ മീനു തുള്ളിച്ചാടി. കഴിഞ്ഞ വർഷം ഞാൻ പഠിച്ച കഥകളൊക്കെ ആണല്ലോ. അപ്പോ മീനു ചോദിച്ചു ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത്? അപ്പൊ അതൊരു വലിയ കഥയാണ്. പഞ്ചതന്ത്ര കഥ പറഞ്ഞു. ഒരു രാജാവിനെ മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു. അവര് മൂന്ന് പേരും മടിയന്മാരായിരുന്നു. പഠിക്കാനും പിന്നോട്ടേക്കായിരുന്നു. അവസാനം ഒരു വിഷ്ണു ശർമ്മ എന്നൊരു പണ്ഡിതനെത്തി. അദ്ദേഹം കഥകളിലൂടെ അവർക്ക് അറിവുകൾ പറഞ്ഞു കൊടുത്തു. അവര് നല്ല മിടുക്കന്മാരായി. മീനുവിനും നല്ല മിടുക്കത്തിക്കുട്ടി ആവണ്ടേ? പഞ്ചതന്ത്ര കഥ ചോദിച്ചു. പിന്നെ എനിക്ക് നല്ല മിടുക്കത്തി ആവണം. ഉത്സാഹപൂർവ്വം മീനു പറഞ്ഞു. അപ്പൊ അടുത്തിരിക്കണ കുറച്ച് കൂട്ടുകാരനെയും കൂടി പഞ്ചതന്ത്ര കഥ കാണിച്ചു കൊടുത്തു. നോക്കിയപ്പോ ഈസോപ്പ് കഥകൾ. മീനു മറിച്ചു നോക്കിയപ്പോ ആമയും മുയലും ഓട്ടപ്പന്തയം നടത്തിയ കഥ. പൂച്ചയ്ക്ക് മണികെട്ടാൻ എത്തിയ മൂഷികരുടെ കഥ. മൂഷികരുടെ പൊന്മുട്ടയിടുന്ന താറാവിന്റെ കഥ. എല്ലും കഷ്ണം വെള്ളത്തിൽ കളഞ്ഞ് ഇളിമ്പിനായ നായയുടെ കഥ. ഇതെല്ലാം എന്റേതാണ്. ഈസോപ്പ് കഥകൾ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ മീനുവിന് നല്ല ഇഷ്ടമായി. അതിലെ ഒരു പുസ്തകം ഇരുന്ന് തേങ്ങുന്നുണ്ടായിരുന്നു. അതേതാ? കുട്ടിക്കവിതകൾ. അതിലെ കുഞ്ഞുണ്ണി കവിതകൾ, ഓലപ്പീലി എന്നീ കവിതകളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് രസമാ അതെല്ലാം. പിന്നെ എന്നിട്ട് പുസ്തകങ്ങള് അതിലെ കുട്ടിക്കവിത പുസ്തകല്ലേ, പുസ്തകം അമ്പിളി അമ്മാവ കുമ്പിളിൽ ചോറ് എന്ന് പറഞ്ഞിട്ടുള്ള കവിത ചൊല്ലാൻ തുടങ്ങി. അമ്പിളി അമ്മാവ കുമ്പിളിൽ ചോറ് എന്നുള്ള കവിത ചൊല്ലാൻ തുടങ്ങി. അപ്പോ ഈ പാട്ടിനൊപ്പം എല്ലാ പുസ്തകങ്ങളും മീനുവിന് ചുറ്റും നൃത്തം വെച്ചു.
നൃത്തം വെച്ചു. ആ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായോ? മീനു പറഞ്ഞു എല്ലാവരോടും ഞാൻ എന്നും വന്നിട്ട് നിങ്ങളുടെ ബുക്കുകളൊക്കെ വായിക്കും. അവർക്ക് സന്തോഷമായി. എൻ്റെ കഥ ഇഷ്ടമായോ?